Hi dear students, good morning. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്പെരിമെൻ്റ് ഹോസ്റ്റ് ഐ പി സബ്നെറ്റ് മാസ്ക് ആൻഡ് ഡിഫോൾട്ട് ഗേറ്റ്വേ കോൺഫിഗറേഷനാണ്. ഇതിൽ ഫസ്റ്റ് ഐ പി അഡ്രസ്സിനെ കുറിച്ച് മുമ്പ് നമ്മൾ എക്സ്പെരിമെൻറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഐ പി അഡ്രസ്സിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഐ പി അഡ്രസ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഐ പി അഡ്രസ്സ് ഞാൻ പറഞ്ഞു തന്നാണ് മുമ്പ്. ഐ പി അഡ്രസ് ഈസ് ദ ഷോർട്ട് ഫോർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. അപ്പോൾ ഐ പി അഡ്രസ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ address. An IP address is an identifier for a computer or device in a TCP/IP network. അപ്പോൾ ഒരു TCP/IP എന്തായിരുന്നു? TCP/IP എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾ അല്ലേ? നമ്മൾ ആ ഒരു ഈതർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അതിൻ്റെ പ്രോട്ടോകോളാണ് ഈ TCP/IP എന്ന് പറയുന്നത്. അപ്പോൾ ആ TCP/IP യൂസ് ചെയ്യുന്ന ആ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിൽ നമ്മളൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വേറൊരു ഡിവൈസ് നെറ്റ്വർക്കിലുള്ള ഒരു ഡിവൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐ പി അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് നമ്പേഴ്സ് ഓർ ക്യാരക്ടേഴ്സ്. അത് ഒരു നമ്പേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ നമ്പേഴ്സും ക്യാരക്ടേഴ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും. An IP address is a logical address that is used to uniquely identify each node in the network. ഇപ്പോൾ ഒരു ഐ പി അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ലോജിക്കൽ അഡ്രസ്സാണ് അല്ലേ, ഫിസിക്കൽ അഡ്രസ്സ് അല്ല. ഫിസിക്കൽ അഡ്രസ്സ് നമ്മൾ പറഞ്ഞതാണ് മാക് അഡ്രസ് അല്ലേ. മാക് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ്സാണ്, അത് നമ്മളെ ലാൻഡ് കാർഡിൽ ഇൻബിൽട്ട് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു ലോജിക്കൽ അഡ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് യുണീക്കലി ഒരു നെറ്റ്വർക്കിൽ നമ്മളൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന് യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അഡ്രസ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഐ പി അഡ്രസ്സ് കൊടുക്കുന്നത്. എന്തിനാണ് യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യം എന്താ ഒരു നെറ്റ്വർക്കിൽ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കാരണം നമ്മളൊരു നെറ്റ്വർക്കിൽ കുറേ സിസ്റ്റംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ കുറേ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡാറ്റ പാസ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഡാറ്റ പാസ് ചെയ്യുന്ന സമയത്ത് ഏതെന്ന് ഏതിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം അല്ലേ. അല്ലാതെ തോന്നിയ പോലെ എല്ലാ സ്ഥലത്തേക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ കൊടുക്കുന്നത്, ഒരു നെറ്റ്വർക്കിൽ കൊടുക്കുന്നത്. ബിക്കോസ് ഐ പി അഡ്രസ് ആർ ലോജിക്കൽ, ദേ ക്യാൻ ചേഞ്ച് അല്ലേ. അത് ലോജിക്കൽ അഡ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. Example of an IP address is 192.168.254.1. അപ്പോൾ 4 പാർട്ടാണ് ഒരു ഐ പി അഡ്രസ്സിനുള്ളത്. ഈ 4 പാർട്ടിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്, ആ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഡോട്ട് വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് ഒരു എക്സാമ്പിൾ, ഐ പി അഡ്രസ്സിൻ്റെ എക്സാമ്പിൾ 192.168.254.1. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഐ പി അഡ്രസ്സാണിത്. അപ്പോൾ അതിൻ്റെ സബ്നെറ്റ് മാസ്ക് എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ 255.255.255.0 അതാണ് അതിൻ്റെ സബ്നെറ്റ് മാസ്ക്. ഇതെങ്ങനെ സെറ്റ് ചെയ്യലെന്നുള്ളത് നമ്മൾ പഠിച്ചാണ്. അഡാപ്റ്ററിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോ വരും. അപ്പോൾ ഇതിൽ ഐ പി അഡ്രസ്സ് നമ്മളവിടെ കൊടുത്ത് ഡിഫോൾട്ടായിട്ട് സബ്നെറ്റ് മാസ്ക് അതിൽ ഓട്ടോമാറ്റിക്കലി അതിൽ വരും. അത് നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഐ പി അഡ്രസ്സ് അതിൽ സെറ്റായി. ഓക്കെ, നെക്സ്റ്റ് ഐ പി അഡ്രസ് 2 വിധത്തിലുണ്ട്. ഒന്ന് സ്റ്റാറ്റിക്കും മറ്റൊന്ന് ഡൈനാമിക്കും. ഇപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. എന്താ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ? അതായത് ചേഞ്ച് വരാത്തത് അല്ലേ.
ചേഞ്ച് വരാത്തതിനാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിക് ഐ പി ഈസ് സിംപ്ലി ആൻ അഡ്രസ് ദാറ്റ് ഡസൻ ചേഞ്ച് വരാത്ത അഡ്രസ്, അതിനാണ് നമ്മൾ സ്റ്റാറ്റിക് ഐ പി. അപ്പോൾ ഒരു സിസ്റ്റത്തിന് നമ്മളൊരു സ്റ്റാറ്റിക് ഐ പി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പിന്നെ ചേഞ്ച് വരില്ല. നമ്മളിപ്പോൾ ലോജിക്കൽ അഡ്രസ്സാണ് കൊടുക്കുന്നതെങ്കിലും അതെന്താണ്, അത് ചില സ്റ്റാറ്റിക് ഐ പി പിന്നെ പ്രൊവൈഡ് ചെയ്യും ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. അപ്പോൾ അത് നമുക്ക് എന്താണ്, അത് ഫിക്സഡ് ആയിട്ട് വെക്കുന്നതാണ്. ചേഞ്ച് ചെയ്യാൻ ലോജിക്കൽ മീൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് വേണമെങ്കിൽ നമുക്ക് എന്താ ISPയിൽ കോൺടാക്ട് ചെയ്തിട്ട് വേണമെങ്കിലൊക്കെ ചേഞ്ച് ചെയ്യാം. പക്ഷേ നമ്മൾ പിന്നെ സ്റ്റാറ്റിക്കിൻ്റെ കേസിൽ എന്താണ്, അത് ചേഞ്ച് ചെയ്യാതെ, മറ്റേന്ന് പറഞ്ഞാൽ ഡൈനാമിക് മാറിക്കൊണ്ടിരിക്കും. കാരണം ഒരു പ്രാവശ്യം യൂസ് ചെയ്തായിരിക്കില്ല പിന്നെ യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ എന്താണ്, ISP പ്രൊവൈഡ് ചെയ്ത ഒരു പിന്നെ IP അത് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ISPയിൽ കോൺടാക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യിക്കണം. ആ ഉദ്ദേശത്തിലാണ് സ്റ്റാറ്റിക് പറയുന്നത്. സ്റ്റാറ്റിക് IP അഡ്രസ്സസ് ആർ അസൈൻഡ് ബൈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ISP. ഈ ISP ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ISP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, നമുക്ക് ഇൻ്റർനെറ്റ് തരുന്ന ആൾക്കാർ അല്ലേ. ഏഷ്യാനെറ്റ് ഉണ്ട്, ജിയോ ഉണ്ട്, പിന്നെ വേറെ ഏതൊക്കെ, പിന്നെ വോഡഫോൺ മൊബൈലിലൊക്കെ ആണെങ്കിൽ നമ്മൾ വോഡഫോണിൻ്റെ എടുക്കുന്നുണ്ട് അല്ലേ, റെയിൽ നെറ്റ് ഉണ്ട്. അങ്ങനെ പലരും പല ISPs, ഇവരെ ISPs എന്നാ പറയാം, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരെ അടുത്തുനിന്നാണ് നമ്മൾ ഈ IP വാങ്ങിക്കുക. അപ്പോൾ ഇതിന് സ്റ്റാറ്റിക് IP ആവുന്ന സമയത്ത് അഡീഷണൽ ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. സ്റ്റാറ്റിക് IP അഡ്രസ് ജനറലി ആർ യൂസ്ഡ് ബൈ സെർവേഴ്സ് ഓർ അതർ ഇമ്പോർട്ടൻറ്റ് എക്യുപ്മെൻറ്റ്. അപ്പോൾ സ്റ്റാറ്റിക് IP സാധാരണഗതിയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ യൂസ് ചെയ്യാറില്ല. അത് ഈ സെർവർ അതേപോലെ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സിനൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിക് IP ആവശ്യമായിട്ട് വരുള്ളൂ. നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ യൂസിനൊക്കെ ഡൈനാമിക് IP ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഡൈനാമിക് IP അഡ്രസ് ആർ സബ്ജക്റ്റ് ടു ചേഞ്ച്. ഇപ്പോൾ ഡൈനാമിക് IP അഡ്രസ്സ് എന്താണ്, ചേഞ്ചിങ് ആണ് അല്ലേ. ഡൈനാമിക് അഡ്രസ്സസ് ആർ അസൈൻഡ് ആസ് നീഡഡ് ബൈ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ സെർവേഴ്സ്. ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്കിൽ ഒരു DHCP സെർവർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പിന്നെ കൂടുതൽ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഈ IPs ഓരോ ദിവസം നമുക്ക് ഡൈനാമിക്കലി പിന്നെ അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലേ. ഒന്നുകിൽ നമ്മൾ മാനുവലി അതിൽ സെറ്റ് ചെയ്യണം. മാനുവലി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, എന്താണ്, അസൈൻ ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ IP അഡ്രസ്സ് അത് സെറ്റ് ചെയ്യുന്നത് ആരാ, ഈ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ്, അതായത് DHCP സെർവറാണ്. അപ്പോൾ ഒരു സെർവർ, ആ നെറ്റ്വർക്കിലുള്ള ഒരു സെർവറാണ്, ആ സെർവറാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു IP അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്ത ഒരു സിസ്റ്റത്തിലുള്ള IP അഡ്രസ്സ് ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ നാളെ നമ്മൾ അതേ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ IP അഡ്രസ്സ്, കാരണം ഇത് ഡൈനാമിക്കലി ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് എന്താണ് അസൈൻ ചെയ്യുന്നത് ഈ DHCP സെർവർ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡൈനാമിക് IP ഉണ്ട്, സ്റ്റാറ്റിക് IP ഉണ്ട്. ഈ സ്റ്റാറ്റിക് IPയിൽ നമ്മൾ പിന്നെ ഒരു IP അഡ്രസ് സെറ്റ് ചെയ്യണം 192.1.1.1. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നാളെ നമ്മൾ എടുത്തു നോക്കിയാലും അതേ IP തന്നെ ആയിരിക്കും, മറ്റന്നാൾ എടുത്ത് നോക്കിയാലും അതേ IP തന്നെ ആയിരിക്കും. നേരെ മറിച്ച് ഡൈനാമിക് IP ആണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് 192.1.1 നമ്മൾ പിന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് എടുത്തു നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അതായിക്കോളുന്നില്ല. കാരണം ഡൈനാമിക്കലി ഈ DHCP സെർവർ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അതെന്തായിട്ടുണ്ടാവും, 1.2 ആയിട്ടുണ്ടാവും, പിന്നെ അടുത്ത ദിവസം ചിലപ്പോൾ 1.3 ആയിട്ടുണ്ടാവും. ഡൈനാമിക്കലി എന്താ ചെയ്യുന്നത്, അത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു നെറ്റ്വർക്കിൽ ഒരിക്കലും എന്താണ് ഒരേ സമയം വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് സിസ്റ്റത്തിൽ ഒരേ IP ഒരിക്കലും ഉണ്ടാവില്ല, യുണീക്ക് IP ആയിരിക്കാം. ഇന്നിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ പിന്നെ ആ നെറ്റ്വർക്കിലെ ആ സിസ്റ്റത്തിൽ 1.1 ആണ്, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഉപയോഗിക്കുന്നതിൽ 1.3 ആണെങ്കിൽ ഒരുപക്ഷെ നാളെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1.3 ഞാനാണ് ഉപയോഗിക്കുന്നുണ്ടാവുക, എൻ്റെ സിസ്റ്റത്തിനായിരിക്കും അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്.
എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ 1.1 1.2 ആയിരിക്കാം. അപ്പോൾ അത് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഈ DHCP സെർവറാണ്. യുണീക്ക് IP ആയിരിക്കും അസൈൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് IP address versions. There are 2 versions of IP address. IP address 2 വേർഷൻസ് ഉണ്ട്. ഒന്ന് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 IPv4 എന്ന് പറയും. ഇത് ഇറ്റ് ഈസ് the initial version which is still widely used by most of the websites on the internet. ഇപ്പോഴും വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഈ IPv4 എന്ന് പറയുന്നത്. ഒരു മെജോറിറ്റി സിസ്റ്റംസും അല്ലെങ്കിൽ നെറ്റ്വർക്കിലും ഈ IPv4 ആണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതിനേക്കാൾ പുതിയ വേർഷൻസ് വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വേർഷനാണ്. It has a size of 32 bits and holds 2^32 numbers equals to എത്രയാണത് ആ നമ്പർ? അപ്പോൾ ഇത് 32 ബിറ്റ് അഡ്രസ്സാണ്. ഇപ്പോൾ ബൈനറി എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ബൈനറിയിൽ നമ്മൾ കാരണം കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഭാഷ ബൈനറിയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ IP അഡ്രസ്സ് സെറ്റ് ചെയ്യുന്നത് ബൈനറിയിലാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ സൗകര്യാർത്ഥമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഡെസിമലിൽ പറയുന്നതെന്നുള്ളൂ. അപ്പോൾ ഇത് 32 ബിറ്റ് അഡ്രസ്സാണ്. അപ്പോൾ ഈ 32 ബിറ്റിന് ഓരോ ബൈറ്റ് ആയിട്ടുള്ള 4 പാർട്ടാണ്. അതായത് 8 8 8 8 4 പാർട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് 2^32 നമ്പർ ഓഫ് ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഏകദേശം 429 crore അല്ലേ, 429 കോടി സിസ്റ്റംസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 2^32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറാണ്. അതായത് 429 കോടി നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ നമ്പറിൻ്റെ 1 2 3 അങ്ങനെ കൊടുക്കുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം 429 കോടി ഡിവൈസസിന് ഈ നമ്പേഴ്സ് അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. The depletion of numbers on IPv4 forced authorities to introduce another version. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 429 കോടി. ഇപ്പോൾ ലോകത്തിൽ എത്ര മനുഷ്യരുണ്ട്? ഏകദേശം ഒരു 700-750 കോടി ഉണ്ട് എന്നാണ് അല്ലേ? അപ്പോൾ ഈ 750 കോടി മനുഷ്യർ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരാൾക്ക് തന്നെ ഒന്നിലധികം ഡിവൈസസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഒരാൾ തന്നെ മൊബൈൽ ഫോൺ ഉണ്ടാവും, പിന്നെ അയാളുടെ അടുത്ത് ലാപ്ടോപ്പ് ഉണ്ടായിരിക്കാം, ടാബ്ലറ്റ് ഉണ്ടായിരിക്കാം അല്ലേ? അയാളുടെ ഓഫീസിൽ വേറെ സിസ്റ്റംസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരാൾ തന്നെ ചിലപ്പോൾ 3 4 സിസ്റ്റംസൊക്കെ നെറ്റ് കണക്ട് ചെയ്യുന്ന സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്ലീഷൻ ഓഫ് നമ്പേഴ്സ്, അതായത് ഈ IPv4 യൂസ് ചെയ്തിട്ട് നമുക്ക് 429 കോടി ഡിവൈസസെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നമ്പർ ഓഫ് ഡിവൈസസ് ഇപ്പോൾ ഡെയിലി ഇൻക്രീസ് ചെയ്ത് വരികയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സ് പിന്നെ അപര്യാപ്തമാവും അല്ലേ? അതായത് ആവശ്യത്തിനുള്ള നമ്പേഴ്സ് നമുക്ക് കിട്ടില്ല ഈ ഒരു 32 ബിറ്റ് കൊണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഡെസിമലിൻ്റെ കേസിൽ ഇപ്പോൾ ഈ 32 ബിറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ബൈനറിയിൽ 32 ബിറ്റ് ഉണ്ടെങ്കിൽ ആ 32 ബിറ്റ് കൊണ്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് ഈ 429 കോടി എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 2 ഡിജിറ്റ് കൊണ്ട് നമുക്കിപ്പോൾ ഡെസിമലാണെങ്കിൽ 2 ഡിജിറ്റ് കൊണ്ട് നമുക്ക് മാക്സിമം എത്ര അഡ്രസ്സ് പിന്നെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും 2 ഡിജിറ്റ് കൊണ്ട് നമുക്കറിയാം അല്ലേ? 0 മുതൽ 99 വരെ അല്ലേ? 100 ആയി കഴിഞ്ഞാൽ അത് 3 ഡിജിറ്റായി അല്ലേ? അപ്പോൾ അത് കൂട്ടില്ല, 0 മുതൽ 99 വരെ, അതായത് ടോട്ടൽ 100 നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, 100 കോമ്പിനേഷൻസ് ഉണ്ടാക്കാം ഈ 2 ഡിജിറ്റ് കൊണ്ട് അല്ലേ?
അതേ രീതിയിൽ ബൈനറിയിൽ നമുക്ക് 32 ബിറ്റ് കൊണ്ട്, അതായത് 32 ബിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം 429 കോടി നമ്പേഴ്സാണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 429 കോടി സിസ്റ്റംസിനെ നമുക്ക് ഈ IP അഡ്രസ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. യുണീക്ക് ആയിട്ടുള്ള നമ്പർ വേണമല്ലോ. ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ പിന്നെ വേറെ ഡിവൈസിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം വന്നതുകൊണ്ടാണ് പുതിയ വേർഷൻ വന്നത്. IPv6 Internet Protocol version 6. The IPv6 is still not widely used due to compatibility with all network devices. അപ്പോൾ IPv6 വന്നിട്ട് കുറച്ചായി, പക്ഷെ എന്താണ് ഇപ്പോൾ അത്ര വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ ചെറിയ നെറ്റ്വർക്കും ഇങ്ങനെയുള്ള ഇതിലൊന്നും ഈ IPv6 യൂസ് ചെയ്യുന്നില്ല. അത് ചില പിന്നെ വലിയ വലിയ സിസ്റ്റം നെറ്റ്വർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ IPv6 യൂസ് ചെയ്യുന്നുള്ളൂ. An IPv6 address is made of 128 bits divided into 8 16-bit blocks. അപ്പോൾ ഈ IPv6 അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുക IPv4 കഴിഞ്ഞാൽ IPv5 എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്ന്. അത് പിന്നെ അങ്ങനെ ഒരു വേർഷൻ ഇല്ല. അവർ അടുത്ത വേർഷനായിട്ട് ഇറക്കിയത് IPv6 ആണ്. അപ്പോൾ IPv6ൽ 32ൻ്റെ ഡബിൾ അല്ല ഉള്ളത്, 32ൻ്റെ ഡബിളിൻ്റെ ഡബിൾ, അതായത് 128 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ 16 ബിറ്റ് ബ്ലോക്ക് ആയിട്ടാണ്. നമ്മൾ നേരത്തെ IPv4ൽ 1 ബൈറ്റ് അല്ലെങ്കിൽ 8 ബിറ്റിൻ്റെ 4 ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ 2 ബൈറ്റിൻ്റെ ബ്ലോക്ക്, അതായത് 16 ബിറ്റിൻ്റെ 8 ബ്ലോക്സ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്രമാത്രം വലിയ ഒരു നമ്പർ ആയിരിക്കും അത്. ഇപ്പോൾ നമ്മൾ 232 തന്നെ എന്താണ് 429 കോടിയായി അല്ലേ. അതിലേക്ക് ഒരു ബിറ്റ്, അതായത് 232 എന്നുള്ളത് 233 ആയി കഴിഞ്ഞാൽ തന്നെ എത്രയായി, 429 കോടി എന്നുള്ളത് അതിൻ്റെ നേരെ ഡബിളാവും അല്ലേ. അതായത് 430 860 കോടിൻ്റെ അടുത്ത് വരും 233 ആയാൽ തന്നെ. അപ്പോൾ ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഭാവിയിലുള്ള ഇനി ആവശ്യം വരുന്ന സമയത്ത് ഈ ഡിവൈസസിനൊക്കെ എന്താണ് ആവശ്യത്തിൽ പിന്നെ ഈ IP അഡ്രസ്സ് കിട്ടാതായി പോയത് എന്നുള്ള രീതിയിൽ അവർ ഒന്ന് നീട്ടി എറിഞ്ഞതാണ്. അപ്പം പിന്നെ 64 എടുത്തില്ല, അതായത് 32ൻ്റെ ഡബിൾ 64 എടുത്തില്ല, അതിൻ്റെയും ഡബിൾ എടുത്തു. അപ്പോൾ 2:128 ആണ്. അപ്പോൾ അത് എത്ര സിസ്റ്റംസ് അല്ലെങ്കിൽ എത്ര ഡിവൈസസ് സപ്പോർട്ട് ചെയ്യുന്നുള്ള നമ്പർ എനിക്ക് പറയാൻ കഴിയില്ല. ഇറ്റ് ഹാസ് എ സൈസ് ഓഫ് 128 ബിറ്റ്സ് ആൻഡ് ഹോൾഡ്സ് 2:128 നമ്പേഴ്സ് ഈക്വൽ ടു, ഇങ്ങനെ വേണമെങ്കിൽ പറയാം, 3.403 ഇൻറ്റു 10⁻38 എന്നാണ്. അത് ഇതിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരാത്തതുകൊണ്ടാണ്. അതായത് 10⁻38 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതാണ് ആ നമ്പർ. അപ്പം അത് ഇപ്പോൾ എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അത് സമയം കിട്ടുമ്പോൾ നോക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും മാത്രമല്ല, ഏതൊരു ജീവി, എത്ര ജീവികളുണ്ടോ അത്ര ജീവികൾക്കും, എല്ലാ ജീവികൾക്കും കൊടുത്താലും ബാക്കിയായിരിക്കും എന്ന് പറയുന്നത്. അതായത് ഈ ഭൂമിയിലുള്ള എല്ലാ സംഭവങ്ങളും, അതായത് എല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മേഡപ്പ് ഓഫ് ആറ്റം അല്ലേ. അപ്പോൾ ഓരോ ഭൂമിയിലുള്ള ഓരോ ആറ്റത്തിനും നമ്മൾ IP അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാലും ബാക്കി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഫോമാറ്റ് ഓഫ് IP അഡ്രസ്. IP അഡ്രസ്സിൻ്റെ ഫോമാറ്റ്. The IPv4 address comprises of 32 bits in total and expressed in dot decimal notation. അപ്പോൾ IPv4 ആണ് നമ്മൾ ഇപ്പോൾ IP അഡ്രസ്സിന് പറയുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 32 ബിറ്റ് അഡ്രസ്സാണ്, ഡോട്ട് ഡെസിമൽ നൊട്ടേഷനിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് 4 decimal numbers separated by dots and each number can represent from 0 to 255.
അപ്പോൾ ഇതിന് 4 ഡെസിമൽ നമ്പറിലാണ് നമ്മൾ പറയാം. ഡോട്ട് കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓരോ ഭാഗം, അതായത് ഈ 4 പാർട്ടുണ്ട്, ഈ 4 പാർട്ടിലും ഓരോ നമ്പറും മാക്സിമം വരുന്നത് 255 ആണ്. 0 മുതൽ 255 വരെയാണ് നമ്പർ വരുന്നത്. ഫോർ എക്സാമ്പിൾ 17.172.224.47. അപ്പോൾ ഇതിന് നോക്കിക്കഴിഞ്ഞാൽ 4 പാർട്ടുണ്ട്. ഈ 4 പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഓരോ ഡോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡെസിമലിലാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ 17.172.224.47. അപ്പോൾ അതിൽ ഓരോ പാർട്ട് 4 ഭാഗമുണ്ട്. 4 ഭാഗവും ഓരോ ബൈറ്റുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടോട്ടൽ 32 ബിറ്റാണ്. അപ്പോൾ ഈ 32 ബിറ്റിനെ 8 ബിറ്റിൻ്റെ ഓരോ ഭാഗമാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 17 എന്ന് പറയുന്നത് ഫസ്റ്റ് 8 ബിറ്റിൽ വരും. 172 എന്ന് പറയുന്ന നമ്പർ രണ്ടാമത്തെ 8 ബിറ്റിൽ വരും. 224 മൂന്നാമത്തെ ബൈറ്റിൽ വരും. 47 എന്നുള്ള 4ാമത്തെ ബൈറ്റിൽ വരും. ആ രീതിയിലാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ IPv4 കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി IPv6 എങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ ഓഫ് എ ഫുൾ IPv6 അഡ്രസ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്യുവർലി ബൈനറി നമ്പേഴ്സാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ ബൈനറി നമ്മളെ സൗകര്യാർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഡെസിമലിൽ നമ്മൾ എഴുതുന്നു അല്ലേ. IPv4 അഡ്രസ്സ് ഡെസിമലിലാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത്. ഇനി IPv6 ആണെങ്കിൽ നമ്മൾ ഡെസിമൽ നമ്പർ അല്ല യൂസ് ചെയ്യുന്നത്, അവിടെ ഹെക്സാ ഡെസിമൽ നമ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെക്സാ ഡെസിമൽ നമുക്കറിയാം അല്ലേ, 0 to 9 കഴിഞ്ഞിട്ട് ABCDEF വരെയുള്ള പിന്നെ ആൽഫബറ്റ്സും ഹെക്സാ ഡെസിമൽ നമ്പറിൽ ഉണ്ട്. അപ്പോൾ ഹെക്സാ ഡെസിമൽ നമ്പർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു അഡ്രസ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം FE80 പിന്നെ കോളനാണ്. അപ്പോൾ ഇത് നമ്പർ പിന്നെ 8 പാർട്ടായിട്ടാണ് ഉണ്ടാവുക പറയും അല്ലേ. 16 ബിറ്റിൻ്റെ 8 പാർട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ 16 ബിറ്റും സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ കോളൻ വെച്ചിട്ടാണ്. നമ്മൾ എഴുതുന്ന സമയത്ത് കോളൻ വെച്ചിട്ടാണ് എഴുതുക. നമ്മൾ IPv4 ഡോട്ട് വെച്ചിട്ടാണ് എഴുതുന്നത്, പക്ഷേ ഇതിലെന്താണ് കോളൻ വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ എണ്ണി നോക്കിയാൽ അറിയാം, അതിൽ 8 പാർട്ടുണ്ട് അല്ലേ, കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തത്. ഓരോ പാർട്ടിനും 4 ഡിജിറ്റ് വീതം ഉണ്ടായിരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ഫോമിൽ എഴുതാം. അപ്പോൾ അതിൻ്റെ ഒരു കൊളാപ്സ്ഡ് IPv6 അഡ്രസ്സാണ് ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയ അതേ അഡ്രസ്സ് തന്നെയാണ് പിന്നെ ഷോർട്ടാക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഷോർട്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു റൂൾസൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഇടയിൽ കുറേ 0ൻ്റെ ബ്ലോക്സ് വരികയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ FE80 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 0ൻ്റെ 3 ബ്ലോക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ 0 ഉള്ള ബ്ലോക്ക് നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ 0 ബ്ലോക്ക് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് 0 ബ്ലോക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, കോളൻ ഇട്ടാൽ മതി. അപ്പോൾ 1ാമത്തെ കഴിഞ്ഞിട്ട് കോളൻ ഇട്ടതിന് ശേഷം പിന്നെ വരുന്ന 3 ബ്ലോക്ക് ഓഫ് 0ക്ക് ജസ്റ്റ് ഒന്ന് എഴുതണ്ട. പിന്നെ അതിന് ശേഷം പിന്നെ അടുത്തത് തുടങ്ങുന്ന സമയത്ത് അവിടെ വീണ്ടും ഒരു കോളൻ. അപ്പോൾ 2 കോളൻ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ 2 കോളത്തിൻ്റെ ഇടയിൽ സീറോസ് ആണ്, കംപ്ലീറ്റ് സീറോസ് ആണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്താൽ മതി, ഫുൾ സീറോസ് ആണെങ്കിൽ ഈ രീതിയിൽ 2 കോളൻ അടുത്ത് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കൊളാപ്സ്ഡ് IPv അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഫോമിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ആ 2 കോളൻ നോക്കുക, ആ 2 കോളത്തിൻ്റെ ഇടയിൽ സീറോസ് ഫില്ല് ചെയ്യുക. എത്ര പാർട്ട് ഉണ്ട് നോക്കുക, എത്ര പാർട്ടാണ് കുറവുള്ളത് അത്രയും പാർട്ട് സീറോസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ IPv6 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് IPv4 ആണ് പഠിക്കാനുള്ളത്. കാരണം ഇപ്പം
പിന്നെ മെജോറിറ്റി സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതും ഒക്കെ IPv4 തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് IP അഡ്രസ് ക്ലാസ്സസ് ആണ്. TCP/IP ഡിഫൈൻസ് 5 ക്ലാസ്സസ് ഓഫ് IP അഡ്രസ്. അപ്പോൾ നമ്മൾ IP അഡ്രസ്സ് പറഞ്ഞു, IP അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് പറഞ്ഞു അല്ലേ, ഏതൊക്കെ ടൈപ്പ് IP അഡ്രസ്സാണ് പറഞ്ഞു. ഇനി IP അഡ്രസ്സിൻ്റെ ക്ലാസ്സസ്, ഓരോ ക്ലാസ് IP അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 5 ക്ലാസ്സസ് ആണ് പറയുന്നത്. അപ്പോൾ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D ആൻഡ് E, അങ്ങനെ 5 ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈച്ച് ക്ലാസ് ഹാസ് എ റേഞ്ച് ഓഫ് വാലിഡ് IP അഡ്രസ്. ഓരോ ക്ലാസ്സിനും ഓരോ റേഞ്ച് ഉണ്ട്. അതായത് ഇപ്പോൾ IP അഡ്രസ്സ്, ടോട്ടൽ IP അഡ്രസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഈ 5 ക്ലാസ്സിലേക്കും അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ റേഞ്ചാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50 IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 1 to 10 A ക്ലാസ്സിന് കൊടുത്തു, 11 to 20 B ക്ലാസ്സിന് കൊടുത്തു. ആ രീതിയിൽ എന്താണ് ഈ ടോട്ടൽ റേഞ്ചിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ക്ലാസ്സിനും അസൈൻ ചെയ്തിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ദി ഫസ്റ്റ് ഒക്ടറ്റ് ഡിറ്റർമിൻസ് ദ ക്ലാസ്. ഇപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് IPv4ൻ്റെ കേസാണ്. അപ്പോൾ IPv4ലാണ് ഇനി ഇപ്പോൾ പറയാൻ പോകുന്നതൊക്കെ. അപ്പോൾ ഈ ക്ലാസ്സിൽ 5 ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ IPv4ൽ നമ്മൾ IPv4ൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 4 ഒക്ടറ്റാണ്. ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 8 ബിറ്റിൻ്റെ ഒരു ബൈറ്റ് അല്ലേ, 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ്. ആ ബ്ലോക്ക് ഓഫ് 8 ബിറ്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഒക്ടറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ IPv4 എന്ന് പറഞ്ഞാൽ 4 ഒക്ടറ്റ് ചേർന്നതാണ് അല്ലേ, 4 ഒക്ടറ്റ് ചേർന്നതാണ് IPv4. അപ്പോൾ ഈ 4 ഒക്ടറ്റിൽ ഫസ്റ്റ് ഒക്ടറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്ലാസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ക്ലാസ്സിലാണ് പിന്നെ അത് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫസ്റ്റ് ഒക്ടറ്റ് നോക്കിക്കഴിഞ്ഞാൽ. IP അഡ്രസ് ഫ്രം ദി ഫസ്റ്റ് 3 ക്ലാസ്സസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹോസ്റ്റ് അഡ്രസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 5 ക്ലാസ്സിൽ ഫസ്റ്റ് 3 ക്ലാസ്, അതായത് A, B, C, അതാണ് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്കിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 3 ക്ലാസ്സസ് ആണ്. ദ അതർ 2 ക്ലാസ്സസ് ആർ യൂസ്ഡ് ഫോർ അതർ പർപ്പസ്. അപ്പോൾ ഈ ബാക്കിയുള്ള 2 ക്ലാസ്സസ് പിന്നെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ 2 ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ആ 2 ക്ലാസ്സസ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ A, B, C ഈ 3 ക്ലാസ്സസ് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്ലാസ് ഡി എന്തിനെന്ന് വെച്ചാൽ മൾട്ടി കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ക്ലാസ് E ഫോർ എക്സ്പെരിമെൻ്റൽ പർപ്പസ്, അത് റിസർവ് ചെയ്ത് വച്ചിരിക്കുകയാണ്. കാരണം ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഈ ക്ലാസ്. പിന്നെ D ക്ലാസ് അതേപോലെ മൾട്ടി കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് പിന്നെ ഒന്നിലധികം സിസ്റ്റത്തിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ IP അഡ്രസ്സ് നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ ഈ 3 ക്ലാസ്സിലാണ് പിന്നെ നമ്മൾ നെറ്റ്വർക്കിന് IP അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത്. ഈ ഒരു IP അഡ്രസ്സ് നോക്കുക, 195.168.24.75. അപ്പോൾ അതിന് 4 പാർട്ടുണ്ട് അല്ലേ, 4 ഒക്ടറ്റ്. അതിൽ ഫസ്റ്റ് ഒക്ടറ്റ് 195, രണ്ടാമത്തെ ഒക്ടറ്റ് 168, മൂന്നാമത്തെ ഒക്ടറ്റ് 24, നാലാമത്തത് 75. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താ, ദ വാല്യൂ ഓഫ് ദി ഫസ്റ്റ് ഒക്ടറ്റ് ഡിറ്റർമിൻസ് ദ ക്ലാസ് അല്ലേ. ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് ഈ പറഞ്ഞിരിക്കുന്ന IP അഡ്രസ്സ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ക്ലാസ്സിലാണെന്ന് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാം, ഈ ഫസ്റ്റ് ഒക്ടറ്റ് അല്ലേ, ആ റെഡ് കളറിൽ കാണുന്നതാണ് ഫസ്റ്റ് ഒക്ടറ്റ്. അപ്പോൾ ആ റെഡ് കളറിൽ കാണുന്ന ഫസ്റ്റ് ഒക്ടറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ക്ലാസ് ആണെന്നുള്ളത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് എ അതിൻ്റെ റേഞ്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 0 മുതൽ 127 വരെ. അപ്പോൾ ഓരോ ഒക്ടറ്റും അതിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 255 ആണ്
അതായത് 0 മുതൽ 255 വരെയുള്ള നമ്പേഴ്സാണ് നമുക്ക് ആ ഒരു ഒക്ടക്റ്റിൽ പിന്നെ അസൈൻ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ കാരണം എന്താ? 256 257 512 ഒന്നും നമുക്ക് പിന്നെ അതിൽ എൻട്രി ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം. കാരണം ഇതൊരു 8 ബിറ്റാണ്. ഒരു ഒക്ടക്റ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ് അല്ലേ? ബൈനറിയിൽ 8 ബിറ്റ് നമ്പറാണ്. അപ്പം അതുകൊണ്ട് തന്നെ 8 ബിറ്റ് കൊണ്ട് നമുക്ക് പിന്നെ മാക്സിമം 8 ബിറ്റ് കൊണ്ട് നമുക്ക് മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 255 ആണ് മാക്സിമം വാല്യൂ. അപ്പം 255 എന്ന് പറഞ്ഞാൽ എല്ലാ ബിറ്റും, അതായത് ഒക്ടറ്റിൻ്റെ ഈ 8 ബിറ്റിൻ്റെ എല്ലാ ബിറ്റും 1 ആയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 255 ആണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള നമ്പർ വരണം, 256 എന്നുള്ള നമ്പർ വരണമെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ബിറ്റ് വേണം? 9 ബിറ്റ് വേണം. അതുകൊണ്ടാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റാണ് എന്ത്? ഈ 255 എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മളത് ഡെസിമലിൽ എഴുതുന്നുള്ളൂ. പക്ഷെ നമ്മളത് എൻട്രി പിന്നെ സിസ്റ്റം അതെങ്ങനെയാണ് എടുക്കുന്നത്? ബൈനറി ആയിട്ടാണ്. ഓക്കെ, നമ്മളെ സൗകര്യാർത്ഥമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡെസിമലിൽ ഇത് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ 255 0 മുതൽ 255 എന്നുള്ള വാല്യൂ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് നോക്കാം. അതായത് ക്ലാസ് എക്ക് പറഞ്ഞിരിക്കുന്ന റേഞ്ച് 0 മുതൽ 127 വരെയാണ്. ക്ലാസ് ബിയോ 128 മുതൽ 191 വരെ. ക്ലാസ് സിയിൽ 192 മുതൽ 224 വരെ. ക്ലാസ് ഡിയിൽ 224 മുതൽ 239 വരെ. ക്ലാസ് ഇയിൽ 240 മുതൽ 255 വരെ. അപ്പോൾ ഇങ്ങനെയാണ് 0 മുതലുള്ള ഈ പിന്നെ 255 വരെയുള്ള നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു നമ്പർ, ഫസ്റ്റ് നമ്പർ, അതായത് ഫസ്റ്റ് ഒക്ടക്റ്റിൻ്റെ നമ്പർ നോക്കിയിട്ട് നമുക്ക് ഏത് ക്ലാസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ 195.168.24.75 അത് ഏത് ക്ലാസ്സിലാണെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഒക്ടക്റ്റിൻ്റെ നമ്പർ നോക്കുക. എത്രയാണ്? 195. ആ 195 ഏത് ക്ലാസ്സിലാണ് നോക്കുക? ഏതാണ്? ക്ലാസ് സി അല്ലേ? ക്ലാസ് സി ആണ്. 192 മുതൽ 224 വരെ ഉള്ളത് ഫസ്റ്റ് ഒക്ടക്റ്റിൽ വരുന്ന നമ്പർ ഏത് ക്ലാസ്സാണ്? ക്ലാസ് സി ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു IP സി ക്ലാസ് IP ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഒക്ടക്റ്റ് നോക്കിയിട്ടാണ് ഏത് ക്ലാസ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ടേബിൾ പറഞ്ഞിരിക്കുന്ന ഈ റേഞ്ച് ഓഫ് ഫസ്റ്റ് ബൈറ്റ് അത് നമ്മൾ എന്തായാലും കാണാതെ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന IP 227.82.157.177 227.82.157.177. ഈ ഒരു അഡ്രസ് നിങ്ങൾക്ക് IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പം അത് 4 ബ്ലോക്കാണ് അല്ലേ? 4 ഒക്ടക്റ്റ് ആണുള്ളത്. അപ്പോൾ ഇത് ഏത് ക്ലാസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? അതിലുള്ള ഫസ്റ്റ് ഒക്ടക്റ്റ് നമ്പർ നോക്കുക. എത്രയാണ് വരുന്നത്? 227. അപ്പോൾ ഈ 227 നമ്മൾ ആ ടേബിളിൽ നോക്കുക. 227 ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ഏതാണ്? 224 മുതൽ 239 വരെ ഡി ക്ലാസ് ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു അഡ്രസ്സ് ഏത് ക്ലാസ്സിലാണെന്ന് പറയാം? ക്ലാസ് ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെസിമലിൽ 227.82.157.177 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി ആണ് സിസ്റ്റം എടുക്കുക അല്ലേ? നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ ഡെസിമൽ ഫോമിൽ എഴുതുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ട് മേലെ അതിൻ്റെ ബൈനറി ഉണ്ട്. ഓരോ നമ്പറിന് ബൈനറി അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ 8 ബിറ്റും 1 ആയി കഴിഞ്ഞാൽ മാക്സിമം നമ്പർ വരും അല്ലേ? ആ മാക്സിമം എത്ര? 255 ആണ് വരിക. നെക്സ്റ്റ്, നെറ്റ്വർക്ക് ID ആൻഡ് നോഡ് ID concepts. An IP address gives us 2 pieces of valuable information.
അപ്പോൾ ഒരു ഐ പി അഡ്രസ്സ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കുക. ഒരു ഐ പി അഡ്രസ്സ് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇറ്റ് ടെൽസ് അസ് വിച്ച് നെറ്റ്വർക്ക് ദ ഡിവൈസ് ഈസ് പാർട്ട് ഓഫ്. അപ്പം അത് ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, ആ ഒരു ഡിവൈസ്, ഇപ്പോൾ ഒരു ഐ പി അഡ്രസ്സ്, ഒരു ഡിവൈസിൻ്റെ ഒരു ഐ പി അഡ്രസ്സ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ഐ പി അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഡിവൈസ് ഏത് നെറ്റ്വർക്കിലാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറേ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും അല്ലേ? അതേപോലെ തന്നെ കുറേ ഹോസ്റ്റും ഉണ്ടായിരിക്കും. ഹോസ്റ്റ്, നോഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡിവൈസിനെയാണ് നമ്മൾ നോഡ് അല്ലെങ്കിൽ ഹോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു നെറ്റ്വർക്ക്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ഒക്കെ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് നെറ്റ്വർക്ക്സ് ഉണ്ട് അല്ലേ? ആ നെറ്റ്വർക്ക്സ് ഒക്കെ നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഒരുപാട് നെറ്റ്വർക്കുകളുണ്ട്. അപ്പോൾ ഓരോ നെറ്റ്വർക്കിനും ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ സിസ്റ്റത്തിനും ഓരോ ഐ പി കൊടുക്കുന്ന പോലെ തന്നെ നെറ്റ്വർക്കിന് ഒരു നെറ്റ്വർക്ക് ഐ ഡി ഉണ്ടായിരിക്കുമല്ലോ. ഒരു നെറ്റ്വർക്ക് ഐ ഡി ഉണ്ടായിരിക്കും, ഹോസ്റ്റിനൊരു ഹോസ്റ്റ് ഐ ഡിയും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഐ പി അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ ഐ പി അഡ്രസ്സിൽ രണ്ട് പാർട്ടാണ്. ഒന്ന്, നെറ്റ്വർക്ക് ഏതാണെന്ന് നമുക്ക് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഐഡൻറ്റിഫൈസ് ദാറ്റ് യുണീക്ക് ഡിവൈസ് വിത്തിൻ ദി നെറ്റ്വർക്ക്. അതുപോലെ തന്നെ ആ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ ഏത് സിസ്റ്റത്തിൻ്റെ ഐ പി അഡ്രസ് ആണോ അല്ലെങ്കിൽ ഏതാണ് ആ സിസ്റ്റം എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഐ പി അഡ്രസ്സ് കിട്ടിയാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ സിസ്റ്റം, ആ ഐ പി അഡ്രസ് ഉള്ള സിസ്റ്റം ഏത് നെറ്റ്വർക്കിലാണ്, ആ നെറ്റ്വർക്കിൽ ഇപ്പോൾ കുറേ സിസ്റ്റംസ് ഉണ്ടാവും, അതിൽ ഏത് സിസ്റ്റമാണ് എന്നുള്ളത്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ, നെറ്റ്വർക്ക് ഐ ഡിയും നമുക്ക് അതിൽ കിട്ടും, നോഡ് ഐ ഡി അല്ലെങ്കിൽ ഹോസ്റ്റ് ഐ ഡിയും നമുക്ക് ആ ഒരു ഐ പി അഡ്രസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. The network ID tells us which network a particular computer belongs to, and the node ID identifies a computer from all the rest that reside in the same network. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഐ പി അഡ്രസ്സിൽ നിന്ന്. നെറ്റ്വർക്ക് ഐ ഡി, ഏത് നെറ്റ്വർക്കിലാണ് നമ്മളെ കമ്പ്യൂട്ടർ ഉള്ളത്, അതുപോലെ തന്നെ ആ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ ഏതാണ് ആ സിസ്റ്റം അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു പിക്ചർ നോക്കുക. അപ്പോൾ ഇതൊരു നെറ്റ്വർക്കിൻ്റെ ഒരു ലേഔട്ടാണ്. അപ്പോൾ ഇതിൽ കുറേ ഡിവൈസസ് ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഐ പി അഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ഐ പി അഡ്രസ്സ് നോക്കുക. ഒരു റൗട്ടർ ഉണ്ട്, റൗട്ടറിന് 192.168.0.1 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 4 സിസ്റ്റം ഉണ്ട് അല്ലേ, കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉണ്ട്. അതിൽ ഹോസ്റ്റ് എക്ക് കൊടുത്തിരിക്കുന്നത് 192.168.0.2 ആണ്. പിന്നെ 0.3, 0.4, 0.5, പിന്നെ ഒരു സെർവർ ഉണ്ട് 0.6. അപ്പോൾ ഈ രീതിയിലാണ് ഐ പി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഈ ആദ്യത്തെ 3 ഒബ്ജക്റ്റ് കോമൺ ആയിട്ട് കാണാം അല്ലേ? 192.168.0 അത് എല്ലാത്തിലും ഉണ്ട്. എല്ലാ ഡിവൈസിനും ആ ഒരു 3 ഒബ്ജക്റ്റ് സെയിം നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ നെറ്റ്വർക്ക് ഐ ഡി. അപ്പോൾ ഇതൊരു സി ക്ലാസ് നെറ്റ്വർക്കാണ് അല്ലേ? നോക്കിക്കഴിഞ്ഞാൽ സി ക്ലാസ് നെറ്റ്വർക്ക്. കാരണം എന്താ, 192 തുടങ്ങുന്നതാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് 192 ആയതുകൊണ്ട് തന്നെ ഇതൊരു സി ക്ലാസ് അഡ്രസ്സാണ്. ഇപ്പോൾ സി ക്ലാസ് അഡ്രസ്സിൽ ഈ 192.168.0 എന്ന് പറയുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ട് വന്നു അല്ലേ? അപ്പോൾ ആ കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സാണ് ഈ 192.168.0 എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള 4ാമത്തെ ഒബ്ജക്റ്റ് അതാണ് ചേഞ്ച് ആവുന്നത് അല്ലേ? അതാണ് അതിൻ്റെ നോഡ് ഐ ഡി അല്ലെങ്കിൽ ഹോസ്റ്റ് ഐ ഡി എന്ന് പറയും. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ആദ്യത്തെ 3 ഒബ്ജക്റ്റ് അതിൻ്റെ നെറ്റ്വർക്ക് ഐ ഡി ആണ്, ലാസ്റ്റ് ഒബ്ജക്റ്റ് ആണ് അതിൻ്റെ ഹോസ്റ്റ് ഐ ഡി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു സി ക്ലാസ് അഡ്രസ്സിലെ ആദ്യത്തെ 3 ഒബ്ജക്റ്റ് എന്തായിട്ട് വരും? അതിൻ്റെ നെറ്റ്വർക്ക് ഐ ഡിയും ലാസ്റ്റ് ഒബ്ജക്റ്റ് ഹോസ്റ്റ് ഐ ഡി ആയിട്ട് വരും.
അപ്പം ഇതിൽ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യം, the first address is the network identification and the last one is broadcast. So they never assign to any host in a network. അപ്പോൾ ഒരു നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ നമുക്ക് പിന്നെ അസൈൻ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ സി ക്ലാസ് നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൽ മാക്സിമം ഒരു നെറ്റ്വർക്കിൽ 256 അഡ്രസ്സസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ. കാരണം എന്താ, ഒരു സി ക്ലാസ് അഡ്രസ്സിൽ ലാസ്റ്റ് ഒക്ടക്റ്റ് മാത്രമേ നമുക്ക് ഹോസ്റ്റിനായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 3 നെറ്റ്വർക്ക് ഐ ഡി ആണ്. അപ്പോൾ ഈ ഹോസ്റ്റ് ഐ ഡിയിൽ വരുന്ന ലാസ്റ്റ് ഒക്ടക്റ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ് അല്ലേ. ആ 8 ബിറ്റിൽ നമുക്ക് മാക്സിമം അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് 256 നമ്പേഴ്സാണ്. അതായത് 0 മുതൽ 255 വരെയുള്ള നമ്പേഴ്സ്. അപ്പോൾ ഈ നമുക്ക് സാധാരണഗതിയിൽ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിൽ നമുക്ക് 256 നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ 256 IP നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഗിവൺ നെറ്റ്വർക്കിൽ അതിൻ്റെ ഫസ്റ്റ് ഐ ഡിയും അതേപോലെ തന്നെ ലാസ്റ്റ് ഐ ഡിയും അഡ്രസ്സും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സിസ്റ്റത്തിന് അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഡിഫോൾട്ട് അഡ്രസ്സുകളാണ്. അതായത് ഫസ്റ്റ് അഡ്രസ്സും ലാസ്റ്റ് അഡ്രസ്സും. ഫസ്റ്റ് അഡ്രസ് ഈസ് റിസർവ്ഡ് ഫോർ നെറ്റ്വർക്ക് ഐ ഡി. ആദ്യത്തെ ഐ ഡി നെറ്റ്വർക്ക് ഐ ഡി ആണ്. അതേപോലെ തന്നെ അവസാനത്തത് ബ്രോഡ്കാസ്റ്റ് ഐ ഡി ആണ്. ഏതൊരു നെറ്റ്വർക്കിൻ്റെ ഫസ്റ്റ് ഐ ഡി അതിൻ്റെ നെറ്റ്വർക്ക് ഐ ഡി ആയിരിക്കും, ലാസ്റ്റ് ഐ ഡി അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് ഐ ഡി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഏതാ, 192.168.0 കോമൺ ആണ്. പിന്നെ വരുന്നത് ഡോട്ട് 0 0 മുതൽ 255 വരെ ആണല്ലോ. അപ്പോൾ .0 ആണ് ഫസ്റ്റ് ഐ ഡി അല്ലേ. അപ്പോൾ അത് എന്തായിരിക്കും, ഇതിൻ്റെ നെറ്റ്വർക്ക് ഐ ഡി ആണ്. പിന്നെ വരുന്നത് ഏതാണ്, ലാസ്റ്റ് വരുന്നത് അതായത് 192.168.0.255 അല്ലേ, അതാണ് ലാസ്റ്റ് ഐ ഡി. അത് എന്തായിരിക്കും, ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റ് ഐ ഡി ആയിരിക്കും. അപ്പോൾ ഈ 2 ഐ ഡി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് എത്ര ഉണ്ടോ -2 ആയിരിക്കും അതിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്ന അഡ്രസ്സുകൾ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു ഇമേജ് കാണാം. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇൻ്റെ ആ ഒരു ഫോർമാറ്റ് IP-ൻ്റെ ഫോർമാറ്റാണ്. അതായത് 4 ബൈറ്റാണുള്ളത്. ഈ 4 ബൈറ്റിൽ ഫസ്റ്റ് ബൈറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്ടക്റ്റ് ക്ലാസ് എൻ്റെത് നെറ്റ്വർക്ക് ഐ ഡി ആണ്. 2, 3, 4 അത് ഹോസ്റ്റ് ഐ ഡി ആണ്. ക്ലാസ് ബീൻ്റെ ആണെങ്കിൽ ആദ്യത്തെ 2 നെറ്റ്വർക്ക് ഐ ഡി ആണ്, പിന്നെയുള്ള 3, 4 ഹോസ്റ്റ് ഐ ഡി ആണ്. ക്ലാസ് സീൻ്റെ ആണെങ്കിൽ ആദ്യത്തെ 3 നെറ്റ്വർക്ക് ഐ ഡി ആണ്, 4-മത്തത് ഹോസ്റ്റ് ഐ ഡി ആണ്. ഓക്കെ, പിന്നെ ക്ലാസ് ഡിയും ഇയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ക്ലാസ് എ അഡ്രസ്സ് ആണെങ്കിൽ ആ ഒരു IP അഡ്രസ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഒക്ടക്റ്റ് ആയിരിക്കും അതിൻ്റെ നെറ്റ്വർക്ക് ഐ ഡി. ഓക്കെ, ഇനി ക്ലാസ് ബി അഡ്രസ്സാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ക്ലാസ് ബീൻ്റെ ഫസ്റ്റ് 2 ഒക്ടക്റ്റ് എന്തായിരിക്കും, അതിൻ്റെ നെറ്റ്വർക്ക് ഐ ഡി ആണ്. ബാക്കി വരുന്ന 2 ഒക്ടക്റ്റ് ആയിരിക്കും അതിൻ്റെ ഹോസ്റ്റ് ഐ ഡി. ഇനി ക്ലാസ് സി ആണെങ്കിൽ ഫസ്റ്റ് 3 ഒക്ടക്റ്റ് അതിൻ്റെ നെറ്റ്വർക്ക് ഐ ഡി ആയിരിക്കും, ലാസ്റ്റ് ഒക്ടക്റ്റ് ഹോസ്റ്റ് ഐ ഡി ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ സ്പെഷ്യൽ, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, അതിന് ഓരോ റേഞ്ചും നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിലൊക്കെ പിന്നെ കുറച്ച് പ്രൈവറ്റ് അഡ്രസ്സുകളുണ്ട്. ഇപ്പോൾ ചില പ്രൈവറ്റ് അഡ്രസ്സുകൾ, റിസർവ്ഡ് അഡ്രസ്സുകളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ക്ലാസ് എൻ്റെ ആണെങ്കിൽ 10.0.0.0 മുതൽ 10.255.255.255 ഇത് അതിൻ്റെ പ്രൈവറ്റ് അഡ്രസ്സാണ്. പിന്നെ അതുപോലെ ക്ലാസ് ബിൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്ന 172.16.0.0 അത് മുതൽ 172.31.255.255 വരെയുള്ള അഡ്രസ്സുകൾ ബി ക്ലാസ്സിൽ റിസർവ്ഡ് ആണ്. സി ക്ലാസ്സിൽ അതേപോലെ തന്നെ പ്രൈവറ്റ് അഡ്രസ്സ് 192.168.0.0 to 192.168.255.255. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ ഒരു അഡ്രസ്സാണ്
ക്ലാസ് സിൻ്റെത് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ, 192.168.0.0 അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സാണ് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതെന്ത് അഡ്രസ്സാണ്? പ്രൈവറ്റ് അഡ്രസ്സാണ് അല്ലേ. അപ്പോൾ ഈ പ്രൈവറ്റ് അഡ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു നെറ്റ്വർക്കിൽ പ്രൈവറ്റ് അഡ്രസ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ആ ഒരു IP അഡ്രസ്സ് വെച്ചിട്ട് നടക്കുകയുള്ളൂ. നേരെ മറിച്ച് ഈ ഒരു IP അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തൊരു നെറ്റ്വർക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. മീൻസ് ഇപ്പോൾ നമ്മളെ ലാബിൽ ഒരു 30 സിസ്റ്റംസ് ഉണ്ട്, നമ്മൾ നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ ക്ലാസ് സിയിലെ 192.168 എന്നുള്ള അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തുടങ്ങുന്ന അഡ്രസ്സാണ് അസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു IP അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ സിസ്റ്റംസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഡാറ്റ ഒരു ബ്ലോക്കായിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ആ ഓരോ ബ്ലോക്കിന് നമ്മൾ പാക്കറ്റ്സ് എന്ന് പറയാം. പാക്കറ്റ്സ് ഓഫ് ഡാറ്റ ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. കാരണം ഒരു ബ്ലോക്ക് ഓഫ് ബിറ്റ്സ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ അതിന് നമ്മൾ പാക്കറ്റ് എന്നാണ് പറയുക. പാക്കറ്റ്സ് ആയിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ആ പാക്കറ്റിൻ്റെ മുകളിൽ ആ പാക്കറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. എവിടേക്കാണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ആ സെൻഡിങ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആ ഒരു പാക്കറ്റിന് ഉണ്ടാവും. അപ്പോൾ ഈ പാക്കറ്റ് ആയിട്ടാണ് ഈ ഡാറ്റകൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് ഡാറ്റ പാസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാക്കറ്റ് ആയിട്ടാണ് ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പാർസൽ സർവീസൊക്കെ ഇല്ലേ, അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ സാധനമൊക്കെ വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ സാധനം വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കും അല്ലേ. അപ്പോൾ അഡ്രസ്സ് ആ പാക്കറ്റിൻ്റെ മേലെ അഡ്രസ്സ് ലേബൽ ചെയ്യും അല്ലേ. ഇപ്പോൾ നമ്മൾ മുംബൈയിൽ നിന്നോ ഒക്കെ വരുന്ന ഒരു പാക്കറ്റ് ആണെങ്കിൽ അവർ ആദ്യം എന്ത് ചെയ്യും, അതിൻ്റെ ഒരു റൂട്ട് നോക്കും അല്ലേ. അപ്പോൾ ആദ്യം കേരളത്തിലേക്ക് എങ്ങനെയാണ് വരിക നോക്കും, കേരളത്തിൽ നിന്ന് കാലിക്കറ്റിലേക്ക് എങ്ങനെ വരും നോക്കും, കാലിക്കറ്റിൽ നിന്ന് നമ്മളെ അഡ്രസ്സുള്ള പോസ്റ്റ് ഓഫീസ് അവിടേക്ക് വരും, അവിടുന്ന് നമ്മളെ ആ ലോക്കൽ ഏരിയയിലേക്ക് വരും. ആ രീതിയിൽ ഒരു പാക്കറ്റ് ഓഫ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതും അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആ പാക്കറ്റിൻ്റെ മേലെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ IP നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് നെറ്റ്വർക്കിലാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ആ നെറ്റ്വർക്കിൽ എത്തിയതിന് ശേഷം ആ പോസ്റ്റ് ID നോക്കിയിട്ടാണ് ഏത് സിസ്റ്റത്തിലേക്കാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളെ പോസ്റ്റൽ അഡ്രസ്സ് പോലെ തന്നെ ആ രീതിയിലാണ് ഡാറ്റന് പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്ലാസ് സി അഡ്രസ്സ് ഇതൊരു പ്രൈവറ്റ് അഡ്രസ്സാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു IP, ഈ ഒരു റേഞ്ചിൽ വരുന്ന IP ആണ് ആ നെറ്റ്വർക്കിൽ കൊടുത്തതെങ്കിൽ അതിൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡാറ്റ അത് തമ്മിൽ ആ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അഡ്രസ്സ് ചെയ്യുള്ളൂ. അത് ആ നെറ്റ്വർക്കിൻ്റെ പുറത്തേക്ക് ആ ഒരു പാക്കറ്റ് പോവില്ല. ഇനി വരുന്ന വേറെ കാറ്റഗറി ലൂപ്പ് ബാക്ക് അഡ്രസ്സ് 127 സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സാണ്. അപ്പോൾ ഇതൊരു ക്ലാസ്സിലും പെടില്ല. അതായത് A ക്ലാസ് Aലോ Bലോ Cലോ Dലോ Eലോ ഒന്നും പെടില്ല. ഇതൊരു റിസർവ്ഡ് അഡ്രസ്സാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊക്കെ പ്രൈവറ്റ് അഡ്രസ്സാണ്, അത് കൂടാതെ ഇത് റിസർവ്ഡ് ആണ്. അപ്പോൾ റിസർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു അഡ്രസ്സാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ നമ്മളെ സിസ്റ്റത്തിനൊന്നും ഈ അഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ല, കൊടുത്താൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതെന്തിനാന്ന് വേണ്ട, സെൽഫ് ചെക്കിന് വേണ്ടിയിട്ടാണ്. സിസ്റ്റംസൊക്കെ സെൽഫ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് നെറ്റ്വർക്ക് കാർഡൊക്കെ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിങ് എന്ന് പറയുന്ന കമാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് പിങ് 127 ഒരു അഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ശരിക്കും പിങ് കമാൻഡ് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാക്കറ്റ്സ്, ഇപ്പോൾ ഏത് സിസ്റ്റമാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ സിസ്റ്റത്തിലേക്ക് കുറച്ച് പാക്കറ്റ്സ് ഓഫ് ഡാറ്റ സെൻഡ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ടും സെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആണെന്നുള്ളത് മനസ്സിലാക്കാം. അത് വേറെ സിസ്റ്റത്തിൻ്റെ കേസിലാണ്.
ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു 127 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റം സെൽഫായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് നെറ്റ്വർക്ക് ഇല്ലാതെ തന്നെ ഇപ്പോൾ നെറ്റ്വർക്ക് കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു 127 അടിച്ചിട്ട് ഈ വരുന്ന റേഞ്ചിൽ വരുന്ന ഒരു IP അടിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ബ്ലോക്ക് ഓഫ് ഡാറ്റ പിന്നെ ഈ സിസ്റ്റത്തിൽ നിന്ന് അതിലേക്ക് തന്നെ സെൻഡ് ചെയ്യും, തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിലേക്ക് തന്നെ സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സെൽഫ് ചെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചില കാര്യത്തിന് ഇതേപോലുള്ള കാര്യത്തിന് യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വേറെയും പിന്നെ പർപ്പസുകളൊക്കെ അതിനുണ്ട് ഈ ഒരു ലുക്ക് ബാക്ക് അഡ്രസ്സിന്. ഇതിന് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയും. അതായത് നമ്മളെ സിസ്റ്റം ഇപ്പോൾ ചില കേസിൽ നമ്മളെ സിസ്റ്റം തന്നെ നമുക്ക് ഒരേ സമയം ക്ലയൻ്റായിട്ടും സെർവറായിട്ടും റൺ ചെയ്യേണ്ട ആവശ്യം വരും. ഇപ്പോൾ നിങ്ങൾക്ക് WP പഠിക്കാനുണ്ട്. WP PHP എന്ന് പറയുന്ന പ്രോഗ്രാം, അതൊക്കെ PHP ഒക്കെ ഒരു സെർവർ ബേസ്ഡ് പ്രോഗ്രാമാണ്. അപ്പോൾ അത് റൺ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത് സെർവറിൽ റൺ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ സിസ്റ്റം അറ്റ് എ ടൈം ക്ലയൻ്റായിട്ടും സെർവറായിട്ടും വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ലോക്കൽ ഹോസ്റ്റാണ് യൂസ് ചെയ്യുക, ഈ ഒരു അഡ്രസ്സ്. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ പർപ്പസുകൾ ഈ ഒരു അഡ്രസ്സിലുണ്ട്. അപ്പോൾ ഇത് റിസർവ്ഡ് ആണ്. ഇത് നമ്മൾ വേറെ അസൈൻ ചെയ്യാനൊന്നും പറ്റില്ല, വേറെ സിസ്റ്റത്തിനൊന്നും അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇനി നോക്കുക, ഇപ്പോൾ ഈ ഒരു ടേബിൾ നോക്കാം. അപ്പോൾ ഈ ടേബിളിൽ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C ഉണ്ട്. ഓരോന്നിൻ്റെ റേഞ്ച് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. ക്ലാസ് A ആണെങ്കിൽ 1 to 26 ഫസ്റ്റ് ഒക്ടക്റ്റ്, B ആണെങ്കിൽ 128 to 191, C ആണെങ്കിൽ 192 to 223. ഡിയും ഇയും പറഞ്ഞിട്ടില്ല, കാരണം നമ്മളത് ഹോസ്റ്റിന് വേണ്ടി സാധാരണ യൂസ് ചെയ്യാത്തതുകൊണ്ട്. ഇനി നോക്കാം അടുത്ത കോളം, ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക്. അപ്പോൾ ഡിഫോൾട്ട് സബ്നെറ്റ് നമ്മൾ പിന്നെ IP അഡ്രസ്സ് അസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട് അല്ലേ, ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക്. അപ്പോൾ അതൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് Aക്ക് 255.0.0.0 ആണ്, പിന്നെ Bക്ക് 255.255.0.0, Cക്ക് 255.255.255.0 ആണ്. പിന്നെ വരുന്നത് സ്ലാഷ് നൊട്ടേഷൻ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇനി ലാസ്റ്റ് കോളം നോക്കുക. അപ്പോൾ അതിൽ നെറ്റ്വർക്ക് ഹോസ്റ്റ്, അപ്പോൾ അത് n.h.h.h. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു ക്ലാസ്സിൽ എങ്ങനെയാണ് ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് A ക്ലാസ് ആണെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റ് നെറ്റ്വർക്കാണ്, നെറ്റ്വർക്ക് ID ആണ്, ബാക്കി 3 ഹോസ്റ്റ് ID. അതാണ് അവിടെ n.h.h.h എന്ന് കാണിച്ചിരിക്കുന്നത്. അതുപോലെ B ക്ലാസ് ആണെങ്കിൽ ആദ്യത്തെ 2 നെറ്റ്വർക്കും പിന്നെയുള്ള 2 ഹോസ്റ്റ് ID ആണ്. C ക്ലാസ് ആണെങ്കിൽ ആദ്യത്തെ 3 നെറ്റ്വർക്കും ലാസ്റ്റത്തെ ഹോസ്റ്റ് ID ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് A ക്ലാസ് നോക്കുക. A ക്ലാസ്സിൽ നെറ്റ്വർക്ക് ID എത്രയുണ്ട്? ഫസ്റ്റ് ഒക്ടക്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് എത്ര ബിറ്റാണ്? 8 ബിറ്റ് അല്ലേ. ഓരോ ഒക്ടക്റ്റും 8 ബിറ്റാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ നെറ്റ്വർക്ക് IDക്ക് യൂസ് ചെയ്യുന്നത് എത്ര ബിറ്റാണ്? A ക്ലാസ്സിന് 8 അല്ലേ, 8 ബിറ്റാണ്. അപ്പോൾ ഇവിടെ സ്ലാഷ് നൊട്ടേഷൻ നോക്കുക, അതിൽ നമ്മൾ /8 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്ലാഷ് നൊട്ടേഷൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് നമ്മൾ നെറ്റ്വർക്ക് IDക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതാണ് അവിടെ സ്ലാഷ് വാല്യൂ ആയിട്ട് വരിക. ഇനി രണ്ടാമത്തെ നോക്കുക, ക്ലാസ് ബിയിൽ എങ്ങനെയാണ്? n.h.h അല്ലേ. അപ്പോൾ അതിൽ 2 ഒക്ടക്റ്റ് നമ്മൾ നെറ്റ്വർക്ക് ID ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഡിഫോൾട്ടായിട്ട്. അപ്പോൾ അവിടെ 2 ഒക്ടക്റ്റ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ /16 വന്നത്. ഇനി ക്ലാസ് C ആണെങ്കിലോ 3 ഒക്ടക്റ്റ് അല്ലേ, ആദ്യത്തെ 3 നെറ്റ്വർക്ക് IDക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ 24 അല്ലേ. അപ്പോൾ അതാണ് /24. അപ്പോൾ ഇതാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന സ്ലാഷ് നൊട്ടേഷൻ. ഓക്കെ, ഇനി ഒരു C ക്ലാസ് അഡ്രസ്സിങ് കൺസിഡർ ചെയ്യാം. ഇതൊരു C ക്ലാസ് അഡ്രസ്സാണ്. 192.168.0.56 എന്ന് പറയുന്നത് ഒരു ഒരു ക്ലാസ് C അഡ്രസ്സാണ്.
അപ്പോൾ ഈ ക്ലാസ് C അഡ്രസ്സിൽ നമ്മൾ എങ്ങനെയാണ് പിന്നെ നോക്കുക, നെറ്റ്വർക്ക് ഐ ഡിയോ അതേപോലെ ഹോസ്റ്റ് ഐ ഡി എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ 3 ഒക്ടക്റ്റ് ആയിരിക്കും എന്ത്, നെറ്റ്വർക്ക് ഐ ഡി, ലാസ്റ്റ് ഒക്ടക്റ്റ് ഹോസ്റ്റ് ഐ ഡി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 192.168.0 ആ പിങ്ക് കളറിൽ കാണുന്നത് എന്താണ്, നെറ്റ്വർക്ക് ഐ ഡി ആണ്. ലാസ്റ്റ് കാണുന്ന 56 ഒരു ഒക്ടക്റ്റ് അല്ലേ, അതാണ് ഇതിൻ്റെ ഹോസ്റ്റ് ഐ ഡി. ഓക്കെ, അപ്പോൾ C ക്ലാസ് അഡ്രസ്സിങ്ങിൽ ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക, 192.168.1.56 അതാണ് അതിൻ്റെ IP. സ്ലാഷ് വാല്യൂ എന്താ വരിക അതിൽ, ക്ലാസ് C ആയതുകൊണ്ട് /24. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എഴുതുന്ന സമയത്ത് എഴുതുക. പക്ഷെ ഇത് എഴുതാൻ മാത്രമേ ഇങ്ങനെ യൂസ് ചെയ്യുള്ളൂ. കമ്പ്യൂട്ടറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് 192.168.1.56 എന്നേ കൊടുക്കുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, നെറ്റ്വർക്ക് ഐ ഡി മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്ന സമയത്ത് ഇതേ രീതിയിൽ /24 എന്ന് എഴുതുള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മൾ സബ്നെറ്റിങ് പറയാൻ പോകുന്നത്. പക്ഷേ ഇന്ന് ഏകദേശം ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് സബ്നെറ്റിങ്ങും ഇതുപോലെ തന്നെ കുറേ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സബ്നെറ്റിങ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.